പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയ ബിസിനസ്സിലേക്കുള്ള അടുത്ത കാൽവയ്പ് എന്ന് പറയുമ്പോൾ ഉള്ളിലേഹ്യം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നതാവുമെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. അതല്ല, അത് അവിടെ നിൽക്കട്ടെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേഹ്യത്തിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര വലിയൊരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഡോക്ടറുടെ പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ 3-4 ദിവസം നിർത്തിവെക്കേണ്ടി വന്നു, സ്തംഭിപ്പിച്ചു എന്ന് ഡോക്ടർ പറയാം. അവിടുത്തെ എല്ലാ ഹോസ്പിറ്റാലിറ്റി ആയാലും ഫാക്ടറിയിലെ ആയാലും എല്ലാ വർക്കുകളും 3-4 ദിവസത്തേക്ക് സ്തംഭിപ്പിച്ചിട്ടാണ് നമ്മളുടെ ഈ ഉള്ളിലേഹ്യത്തിൻ്റെ ഓർഡർ എടുക്കലും അത് ഉണ്ടാക്കലും പാക്കിങ്ങും അയക്കലും ഒക്കെ ഇതിന് വേണ്ടി മാത്രം നിന്നു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു അലയൊലികളൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോർമൽ പോലെ കോളുകൾ അത്രയ്ക്കൊന്നും അങ്ങനെ വരില്ല, നോർമൽ കോൾസ് അങ്ങനെ വരണുള്ളൂ. അപ്പോൾ ഡോക്ടറുടെ പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനം അയക്കലും പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങി. ഒരു 140ഓളം പ്രോഡക്ട്സ് ഉണ്ട് ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു അടുത്ത് ഇറക്കാൻ വരട്ടെ. ഞാൻ ആഴ്ചയിൽ അടുത്ത ആഴ്ച വരണം അങ്ങനെ വിചാരിച്ച് നമ്മളൊരു 10-20 ഇതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ പേരിൽ ഇറക്കണ്ടേന്നുള്ളത്. പക്ഷേ അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയേക്കാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത പ്രോഡക്റ്റ് ഇറങ്ങാത്ത. അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വരും. ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതൊന്നും അല്ലാത്തൊരു കാര്യമാണ്. ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊക്കെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേട്ടനില്ല ചേട്ടാ, ഇതിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ധന്യാണ് ഉള്ളത്. ധന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കിടക്കയുടെ ബിസിനസ്സുള്ള ധന്യ. അപ്പോൾ അവളുടെയും ഉള്ളിലുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ഇത്. എൻ്റെയും ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കമൻസിലൂടെയാണ് എനിക്കും ഇങ്ങനത്തെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങിയത്. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, നമ്മൾ പങ്കെടു പോവാണ്. ഇതാണ് ഹൈലൈറ്റ് മാള്. അതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ബാക്കിൽ നിന്ന് എക്സിറ്റ് വണ്ടികൾ പോണ വഴിയുണ്ട്. ആ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ട് അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഇതെന്ന് പറയണത് മണ്ണുത്തി പാലിയേക്കര ഹൈവേ ആണ്. ഈ ഹൈവേയുടെ സർവീസ് റോഡിൽ ഒരു പ്രധാന സംഭവമുണ്ട്. നമ്മൾ ഇത്ര നാളും മറ്റുള്ളവരുടെ ബിസിനസ് കാര്യങ്ങളും പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു സംഭവം കാണിക്കണതിൻ്റെ ഒരു ത്രില്ലിലും കൂടിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് കുറേ പേര് എനിക്ക് കമൻ്റ് ഇടാറുണ്ടല്ലോ, ഓൺലൈനായിട്ട് ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങൂ, ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മനസ്സിലുണ്ട്, പക്ഷെ എനിക്കറിയാം ഇതൊന്നും വിചാരിച്ച പോലെ എളുപ്പമുള്ള സംഗതിയല്ല. അപ്പോൾ ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ധന്യ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയാലോ എന്ന്. അപ്പം എനിക്കൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൃശ്ശൂർ തന്നെ നമുക്ക് കല്യാണിൻ്റെ ഒക്കെ വലിയ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തണവരുണ്ട്, റീറ്റെയിൽ ഷോപ്പുകൾ. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് തന്നെ തുണിയെടുത്ത് ഇവിടെ തന്നെ സെയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം. ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിക്ക് ചെയ്യണം. നല്ല അതന്നെ ഇതിൻ്റെ ഒറിജിനിൽ പോയിട്ട് നല്ല മാനുഫാക്ചേഴ്സിൻ്റെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് തരണം. അപ്പം ഞങ്ങൾക്ക് പരമാവധി റേറ്റ് കുറവിലും തരാൻ പറ്റില്ല. അതിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അതായത് നോർത്ത് ഇന്ത്യയിൽ പോകണം. അതാണ്. അപ്പോൾ എന്തിട്ട് ചെയ്യാൻ നമ്മൾ. പിന്നെ എല്ലാ ഭാഷകളും അറിയണ ഒരു പണ്ഡിതൻ നമ്മുടെ കൂടെ ചേട്ടാ ഏത് ഭാഷ പറഞ്ഞ് പിടിച്ച് നിന്നോളും. പക്ഷെ എന്നാലും അത് പോരല്ലോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യും, അപ്പം ശരി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടായത്. നമ്മുടെ ലീലാമണി ചേച്ചി, ഞങ്ങളന്ന് ആറന്മുള പോയില്ലേ, ആറന്മുളയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ലീലാമണി ചേച്ചി സംസാരത്തിൻ്റെ ഇടയിൽ പറയായിരുന്നു ആൾക്ക് ഇത് ഭയങ്കര ക്രേസാണ് ഇങ്ങനെ ഈ ഡ്രസ്സ് എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡിൻ്റെ ടൈമിലൊക്കെ ആളൊരു ഷോപ്പായിട്ടൊക്കെ ഇത് ചെയ്യണം ചേച്ചാൽ. പിന്നെ അതങ്ങനെ കോവിഡ് വന്നതോടുകൂടി വേണ്ടെന്ന് വെച്ചു, ഷോപ്പൊക്കെ എടുത്തതായിരുന്നു. അപ്പോൾ ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ആൾ കുറച്ച് നാൾ ചെയ്തിട്ടുണ്ട്. സൂറത്തിലും അഹമ്മദാബാദിലൊക്കെ പോയിട്ട് ആള് ഇങ്ങനെ മെറ്റീരിയൽസും ഡ്രസ് മെറ്റീരിയൽസ് പിന്നെ റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ആളുടെ ഓഫീസിൽ ഒക്കെ കൊടുക്കലും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ കുറേ ഡീലേഴ്സിന് അറിയാം. പിന്നെ കുറേ നാൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആൾ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി ഭാഷയും നന്നായിട്ട് അറിയാം. അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ, അപ്പം അങ്ങനെയാണ് ചേച്ചി ഞങ്ങളെ കൂടെ വരുമോ, ഞങ്ങളിങ്ങനെ ഞാനും തന്നെയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ത്രില്ലടിച്ചു. പിന്നെന്താ, ഞാൻ വരെ റെഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാന്ന് പറഞ്ഞാൽ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ
ചേരാനും റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങളുടെ ഈ സ്വപ്നത്തിന് ശരിക്കും പറഞ്ഞ ജീവൻ വെച്ചത് അല്ലേ? അതന്നെ. അപ്പൊ ഞങ്ങള് ആളെ കിട്ടി, നമുക്ക് ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയില്ലേ. അപ്പൊ ഞങ്ങള് ഉടനെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇറങ്ങി കടകൾ തപ്പാൻ. ഒരു ഷോപ്പ് നല്ലത് കിട്ടണ്ടേ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ്. ഏകദേശം ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന കണ്ടില്ലേ, ദൂരമുള്ളോ ഹൈവേ ആണിത്. ഇതാണ് മോഡേൺ ഇലക്ട്രിക്കൽസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മള് തുടങ്ങാൻ പോണ ബിൽഡിങ്. നിങ്ങൾ വിചാരിക്കും ഒക്കെ സെറ്റായി ഉദ്ഘാടനാന്ന്. അല്ലാട്ടാ, അതെ, ഷോപ്പ് എടുത്തു, കരാറെഴുതി, ഇന്നലെ കരാറെഴുതി. അപ്പോ ധന്യയുടെ അച്ഛനും അമ്മേനെയും ബൈജുവേട്ടന്റെ അമ്മേനെയും അതുപോലെ എൻ്റെ അച്ഛനമ്മേനും കൊണ്ടുവന്ന് കാണിച്ചതാ ഞങ്ങൾ ഇന്നലെ കരാറ് എഴുതിയിട്ടുള്ളൂ. അപ്പൊ അവരെ കൊണ്ട് കാണിക്കണല്ലോ. ദേ കണ്ടു കണ്ട മുകളിലത്തെ ഈ മാരുതി സുസുക്കി കമേഴ്സിൽ അത് അടിയിലത്തെ ഫ്ലോർ, അതിന്റെ മേലത്തെ ഫ്ലോറാണ്. അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോറുകൾ ഞങ്ങൾ കുറെ തപ്പി കിട്ടാല്ലേ. പിന്നെ ഭയങ്കര റെന്റ്, പിന്നെ കുറെ ദൂരത്തേക്ക് പോകണം. അപ്പൊ അത് ശരിയാവില്ലല്ലോ. ഇത് നമുക്ക് കുട്ടനല്ലൂർ തന്നെ നമുക്ക് കിട്ടി, അടുത്തന്നെ, വീടിനോട് അടുത്തായി. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛനമ്മമാരെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേ. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ് നിങ്ങൾ. അപ്പോൾ ഈ കാര്യം നിങ്ങളെയും അറിയിക്കണം എന്ന് തോന്നി. ഞങ്ങൾ കട എടുത്തിട്ടുള്ള ആ കടയിൽ ഇനി കുറേ പണികൾ എടുക്കുന്നുണ്ട്. ഒരു തുണിക്കടയാക്കി മാറ്റണമല്ലോ അതിന്. ഇനി കട കാണാം നമ്മുടെ. ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള റൂം. ഇതിന് വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഒരു ഓഫീസ് റൂമുണ്ട്, ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി 1450 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തം. ഓഫീസ് റൂം ഇവിടെ 2 ചെയർ മേടിച്ചിടണം, നമുക്ക് 2 പേർക്ക്. അതെ, ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി ഇവിടെ ഒരു ചെയർ എടുക്കേണ്ടത് വേണ്ട, ഞങ്ങൾ പുതിയത് വാങ്ങിക്കും. ടേബിൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് ലൈറ്റുകൾ കുറച്ച് നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ കബോർഡ്, മറ്റേ ഷെൽഫുകള്, ഡ്രസ് വെക്കാനായിട്ടുള്ള തട്ടുകൾ അടിക്കണം കുറച്ച്. അത് അങ്ങനത്തെ പണികൾ കുറച്ചുണ്ട്. ലൈറ്റിനിങ് ഉണ്ട്, നന്നായി ലൈറ്റുകൾ വേണം. അപ്പൊ ആ വർക്കുകളൊക്കെ ആൽവിന് കൊടുത്തു കഴിഞ്ഞു. അധികമല്ലേ ചെയ്യാൻ. ഇനി അവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്. അതേ കണ്ട, ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്. ഇവിടെ AC ഒക്കെ ഉണ്ട്, ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ടേബിൾ ഉണ്ട്. അതിന് ടേബിളിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം നമ്മൾ എന്തായാലും ഓൺലൈനിലും ചെയ്യും. ആളുകൾക്ക് ആവശ്യത്തിന് ഞങ്ങൾ തന്നെ മോഡലുകളായിട്ട് നിന്നിട്ട് ഞങ്ങളോട് ഡ്രസ്സുകൾ ഇട്ട് കാണിച്ചിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് സൈസാണ് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരും. അപ്പൊ ആ പാക്കിംഗ് സെക്ഷൻ അയക്കലൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. പിന്നെ നമ്മള് ആയം പോലെ തുടങ്ങിയ വഴിക്ക് നമുക്ക് ചിലപ്പോ ഉണ്ടെന്ന് വരില്ലേ ഇമിറ്റേഷൻ ഗോൾഡ്. ഞങ്ങളുടെ ജ്വല്ലറി വർക്ക്സ് കണ്ടിട്ട്, ജ്വല്ലറികൾ ഇടുന്ന കണ്ടിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് എവിടെന്നാ വാങ്ങിച്ചേന്നൊക്കെ. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ള ടീമാണ് ഞങ്ങൾ രണ്ടാളും. എന്നോട് മാത്രല്ല, ധന്യയുടെ ഡ്രസ്സും ധന്യോടും ചോദിക്കാറുണ്ട് എവിടെ നിന്ന് എടുക്കണേന്നൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങൾ അതും തുടങ്ങും. ചിലപ്പോ ഫസ്റ്റ് ഇതിപ്പോ ഏകദേശം 2 മാസമൊക്കെ പിടിക്കൂലേ നമ്മള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ്. നമുക്ക് ഒരുമിച്ച് പോവാം. അഹമ്മദാബാദിലേക്ക്, സൂററ്റ്, ഡൽഹി ഇത്യാദി പുണ്യസ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് സന്ദർശിക്കാം. നിങ്ങളെയും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇമിറ്റേഷൻ ഗോൾഡ് നമ്മള് പതുക്കെ കാലം നീട്ടാൻ പാടുള്ളൂ. തുടക്കം തന്നെ ചെയ്യണില്ല, പയ്യെ ഓരോന്നോരോന്നായിട്ട് വരും. ആദ്യത്തെ എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹം വേണം, കൂടി ഉണ്ടാകണം, പ്രവർത്തനം വേണം, എല്ലാം വേണം. അപ്പൊ ഇമിറ്റേഷന്റെ പരിപാടി തുടങ്ങും. നമ്മൾ ഇതിന്റെ ഇടയിൽ ഒന്ന് തിരിച്ച് അത് വേണം. ഈ വശം ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട്, ഓൾറെഡി എല്ലാം സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ജ്വല്ലറിയുടെ സെക്ഷൻ ഇവിടെ വെക്കാം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്ലാനുകളൊക്കെ. ഞങ്ങൾക്ക് 2 പേർക്ക് എന്തിട്ടാണെന്നുണ്ടെങ്കിൽ ബിസി ആവണം, ഫ്രീ ആയിട്ട് ബിസി ആവണം ഞങ്ങൾക്ക്. അതാണ് ഞങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. കിടക്കേര വർക്ക് ഇത്തിരി നമുക്ക് സീസണിലാണ് അത് നമുക്ക് മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവുക. സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉച്ച തൊട്ട് മിക്കതും നേരം ഫ്രീ ആ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഉറങ്ങാൻ തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ബിസി ആവണം പരമാവധി. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പൊ എന്തായാലും ഇത് ഞങ്ങൾ 2 പേർക്കും ഭയങ്കര ക്രേസ് ഉള്ള ഒരു ഫീൽഡാണ്. ഞങ്ങൾ 2 പേരും ഏതാണ്ട് ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ 2 ആളും ഒരേ നാളുകാരാണ്. ഞങ്ങൾ 2 പേരും കുറെ സാമ്യങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങള്. ഇവൾക്ക് ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. കാരണം എനിക്കറിയാം അടുത്തപ്പം എനിക്ക് ഒരെണ്ണം കിട്ടും എന്നറിയാം. അങ്ങനെയാ, എപ്പോഴും ഒരുപോലെ വരും. സന്തോഷമാണെങ്കിൽ എനിക്കും അപ്പുറം സന്തോഷിക്കാനുള്ളത് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോ അതെന്താന്ന് എനിക്ക് മനസ്സിലാവും. വിശദീകരിച്ചും തരണ്ട. അതുപോലെ എന്റെ കാര്യങ്ങൾ അവൾക്കും മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ 2 പേരും ചേർന്ന് എളുപ്പതി ഉണ്ട്. അപ്പൊ അത്
വിജയിക്കുന്ന ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അത്രയും നല്ല സാധനങ്ങൾ തരുള്ളൂ, അതറിയാലോ. നല്ല സാധനങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങള് ഞങ്ങളുടെ ഏക ആശ്വാസം. ഭാഷയാണ് ഞങ്ങൾക്ക് അറിയാത്തത്. 2-3 പ്രാവശ്യം പോയി ഞാനുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി ഇവിടെ നിങ്ങളുടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാട്ടാ. ഇവിടെ വർക്ക് നടന്നു കഴിയുമ്പോൾ ഇന്ന് ആൽവിൻ വരും അളവൊക്കെ എടുക്കാൻ. എന്നിട്ട് നമുക്ക് അതിന്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മളുടെ സജഷൻസും പറയാം. അങ്ങനെ പിന്നെ എന്തുട്ടാ 2 ബാത്റൂം ഉണ്ട് കേട്ടോ തൊട്ടടുത്ത്. നല്ല വലിയ ടോയ്ലറ്റുകൾ 2 ഉണ്ട്, നമുക്ക് മാത്രമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വർക്കുകളൊക്കെ ഇനി കഴിയുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ജനുവരിയിലേക്ക് ആകുമ്പോ നമുക്ക് തുടങ്ങണം ആഗ്രഹമുണ്ട്. അച്ഛൻ ഇവിടെ എന്തിട്ടോ കാര്യമായിട്ട് പണിയിലാണ്. അച്ഛൻ്റെ അടുത്ത് അഭിപ്രായം ചെയ്യാം. അതെ അച്ഛൻ അച്ഛൻ ഇവിടെ ഓരോ പണികൾ ചെയ്തു തുടങ്ങി. അച്ഛൻ ഇവിടെ വന്നപ്പോഴേക്കും ഓരോന്ന് കേടായ സാധനങ്ങളൊക്കെ എടുത്ത് നന്നാക്കി തുടങ്ങി. വെറുതെ ഇരിക്കാൻ തോന്നണ്ട. എന്നിട്ട് തോന്നണ അച്ഛന് കട കണ്ടിട്ട് ഇഷ്ടായ? കട അടിപൊളിയായിട്ട്. നമ്മളെ ഇനിയിപ്പോ നമുക്ക് എന്തിട്ട് പറയാനുള്ള വെച്ചാല് ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാവട്ടെ അല്ലേ? അങ്ങനെ ഒരു അതെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആദ്യം കൂടെ എഴുതി ചേർക്കാം. നല്ല രീതിയിൽ ഇത് വരട്ടെ എന്ന്. ഓക്കെ, ഇഷ്ടായില്ലേ അച്ഛന്? കടയ്ക്ക് ഇഷ്ടായി. അച്ഛൻ ഉദ്ഘാടനം ചെയ്തിട്ടിരിക്കുക. ഉദ്ഘാടന സമയം കഴിയും, വേഗം വാ പോവാ. ഉദ്ഘാടനത്തിന്റെ സമയത്താണോ നിങ്ങൾ വിളിക്കുക? നമ്മളൊരു കരാർ എഴുതി എടുത്ത വഴിക്ക് നമ്മുടെ അച്ഛനും അമ്മേനെ അറിയിക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോക്കണ കാര്യമൊക്കെ. സെറ്റ് ആയാലല്ലോ അതുകൊണ്ടൊന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോക്കിയത് കാണിക്കാൻ. അപ്പൊ സെറ്റായി ശരിയായി അത് ശരിയായിട്ടുണ്ട്. ഇനി അമ്മമാരോട് ചോദിക്കാം. മറ്റേ അച്ഛനോട് ചോദിക്കട്ടെ. നേരത്തെ വർക്കാവുണ്ടായിരുന്നില്ല, വർക്കായി. ഇനി സ്റ്റെപ്പ് കയറിയിട്ട് വരലാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ലിഫ്റ്റ് വെപ്പിക്കാം. അച്ഛ തുന്തിരൊരു ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇനി അച്ഛൻ എനിക്കൊരു ലിഫ്റ്റ് ഉണ്ടാക്കിയതാ. ഇന്ന് നമുക്ക് തന്നെയാണ് അച്ഛനോട് ചോദിക്കാട്ടാ. കടയൊക്കെ ഇഷ്ടായോ? കടയൊക്കെ വളരെ നല്ല ഇതായിട്ടുണ്ട്. കാരണം ഇതിലെ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് ഏറ്റവും ഐശ്വര്യപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം അപ്പുറത്തെ നേരെ മുമ്പിൽ കാണുന്നത് അമ്പലം, നേരെ മുന്നില് മഹാവിഷ്ണു നരസിംഹ ഭഗവാന്റെ അമ്പലം. അടുത്ത ഭാഗത്ത് നമ്മുടെ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ തൊട്ടടുത്ത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ഐശ്വര്യമുള്ള സ്ഥലം. പിന്നെ ആൾക്കാർക്ക് വന്ന് പോകാനും എല്ലാ സൗകര്യങ്ങളും. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ലൈറ്റ് മാളുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ സംഭവം. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ ഇതിലും ഒരു ഐശ്വര്യമായിട്ടും നല്ലൊരു ഭംഗിയിലേക്കും വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചെല്ലാം നമ്മൾ തുടങ്ങാൻ നല്ല ഇത് ഉണ്ട്. പിന്നെ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഒതുങ്ങിയ വലിയ ട്രാഫിക് ഇല്ല, മറ്റുള്ള കാര്യങ്ങളിൽ വന്ന് എത്തിപ്പെടാനും പാർക്കിംഗ് സൗകര്യവും എല്ലാം. ഇപ്പം സാധാരണ നമ്മൾ ഏത് കടയിൽ പോയാലും നമുക്ക് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യം കിട്ടാത്തതാണ്. ഇതിപ്പോൾ അതെല്ലാം ഉണ്ട്, പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അടിയിൽ ഫുള്ള് പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ദേവീക്ഷേത്രത്തിൻ്റെ പറമ്പ് ഇപ്പോൾ ബാക്കിൽ കിടക്കുന്നുണ്ട്. വിഷ്ണു അമ്പലത്തിൻ്റെ സൈഡിലും അവിടെ പാർക്കിംഗ് ഉണ്ട്. എവിടെ നമുക്ക് വണ്ടി കൊണ്ടുവരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഉൾഭാഗം ഇഷ്ടപ്പെട്ടില്ല? എല്ലാം ഇഷ്ടപ്പെട്ടു. വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ നല്ലൊരു രീതിയിലുള്ള ഇതായി നിങ്ങളുടെ സെലക്ഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഭാഗ്യാണ് നമ്മുടെ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാവും നമ്മളിവിടെ എത്തിപ്പെട്ടത്. നല്ല സ്ഥലം പിന്നെ അമ്മമാരോട് ചോദിക്കാം. ദൈവാനുഗ്രഹിച്ചിട്ട് നല്ല രീതിയിൽ വരട്ടെ. അപ്പൊ അച്ഛന്മാരെ അഭിപ്രായം കേട്ടു, അവര് അനുഗ്രഹവും തന്നു. ഇനി അമ്മമാര് എന്താ പറയാനുള്ളത് നോക്കാം. എല്ലാതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നല്ലൊരു ബിസിനസ് തുടങ്ങുന്ന സ്ഥലം തന്നെയാണ്. അടുത്ത അമ്പലങ്ങളും കുട്ടൽ മാളും എല്ലാതും ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, അമ്പലവാസിയാണ്. പിന്നെ അടിയിലെ 5 കാറ് പാർക്കിംഗ് ഉണ്ട്. അമ്പലപ്പറമ്പിൽ വേണമെങ്കിൽ ഇടാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂമും ഒക്കെ ഇഷ്ടം പോലെ നല്ല സൗകര്യങ്ങളായിട്ടുള്ള സ്ഥലമാണ്. അത് കാരണം ഇഷ്ടപ്പെട്ടു. ഇത് നല്ലതായി വരട്ടെ എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. മതി. ഇനി അടുത്ത ആള് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗിരിജേച്ചി പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. അമ്പലത്തിൽ തൊഴുക, പിന്നെ കടയിൽ കയറുക, പിന്നെ ഡ്രസ്സാണല്ലോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതിൽ നോക്കി നല്ലത് കണ്ടാൽ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാമല്ലോ.
അങ്ങനെ നന്നായി അതന്നെ. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല സ്ഥലമായിട്ടുണ്ട്. കട നല്ല ഇഷ്ടായി, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതന്നെ പറയാനുള്ളൂ. നല്ല സൗകര്യമുണ്ട്, നല്ല ഭംഗിയുള്ള കട. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. കുട്ടല്ലൂർ ഹൈവേയിൽ എന്ന് പറയുമ്പോൾ വേഗം കണ്ടുപിടിക്കാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാം കൊണ്ടും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യമുള്ള കട. നമ്മൾ പ്രായഭേദമന്യുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിഡ്സ് ഉണ്ടാവില്ല. അതെ, അതിനുള്ള സൗകര്യം ഇല്ല. എല്ലാം കൂടി ചെയ്യുമ്പോൾ അതിനുള്ള ഒരു സെലക്ഷൻ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പ്രായമായവരുടെ അഭിപ്രായം കേട്ടല്ലോ. അപ്പം ഇനി ചെറുപ്പക്കാരുടെ അഭിപ്രായം നമുക്ക് കേൾക്കണ്ടേ? ഇവർക്ക് സജഷൻസ് നന്നായി, ഇവർക്ക് ഐഡിയകളൊക്കെ നല്ലോണ്ടാവും, നമ്മളുടെ പോലെയല്ല. എനിക്കത് തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഈ സ്ഥലം ഇഷ്ടമായി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ പ്രാന്തി ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെയും ഒരു 365 ഡ്രസ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഡ്രസ്സിന്റെ കളക്ഷൻസ് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇത് പറയാറുണ്ട് നല്ല അമ്മയുടെ സെലക്ഷനും സരിതാനിയുടെ എല്ലാവരും പറയാറുണ്ട് നല്ല കളക്ഷൻസ് ആണ്. അത് സക്സസ് ആവും എന്ന്. അതെ, ഒരാളും കൂടി ഉണ്ട് എനിക്ക് സ്കൂളിൽ പോയിരിക്കും. അവളെ പേര് പ്രത്യേകം പറഞ്ഞ അവളെന്നെ തല്ലിക്കൊല്ലി. ശിവാനി സ്കൂളിൽ പോയേക്കാം. അതുപോലെ ജഗ്ഗുനും കാണാൻ പറ്റിയിട്ടില്ലേ കട? ജഗ്ഗു സ്കൂളിൽ പോയേക്കാം. ഭാവിക്ക് വലുതും പറയണ്ട. കട ഇഷ്ടപ്പെട്ട അമ്മയുടെ കട? വാ, എന്നിട്ട് പറയാനുള്ളേ കൂടുതൽ ഇഷ്ടമായത് എന്നിട്ട് ഈ കടയിലത്തെ? ഈ കടയില് അവിടെ ആ റൂമാ, ഓഫീസ് റൂം ഇഷ്ടമായേ? അതെ, ഒരു ചെറിയ കസേര വാവയ്ക്കും തരുന്നുണ്ട് കേട്ടാ. ഒരു കസേര വാവയ്ക്കും ഇരിക്കാം കേട്ടാ. അപ്പം ഇനി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനി ഇവിടെ ഇത്തിരി കഴിഞ്ഞാൽ ആൽബിയൻ വരും. അപ്പോൾ ഇനി വർക്കല്ല, ഒരു അളവെടുക്കും. അത് അളവെടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ അയ്യോ പാവം ചേട്ടൻ, മെയിൻ ആയിട്ടുള്ള ആളുടെ അഭിപ്രായം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല, ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഞങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിതിക്ക് വരാനും ധന്യക്ക് വരാനും ഒരേ അകലമാണ് ഇവിടേക്ക് കുട്ടല്ലൂര്. പിന്നെ ഇത് പാലിയേക്കര മണ്ണുത്തി ഹൈവേ ആണ് നമ്മുടെ ഇതിൻ്റെ മുന്നിലൂടെ പോണത്. അതിൻ്റെ സർവീസ് റോഡിലാണ് ഈ ബിൽഡിങ്. പിന്നെ കാർ പാർക്കിംഗ് ഉണ്ട്, വരാൻ സൗകര്യമാണ്. ഹൈലൈറ്റ് മാളിൽ തൊട്ടടുത്താണ്. നിങ്ങൾക്കിത് ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പിന്നെ നേരെ അവിടെ പോയി ഫുഡ് കഴിക്കുക, സിനിമയ്ക്ക് പോവാം, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇങ്ങനെ തുണിയുടെ അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഒക്കെ എനിക്ക് മുന്നേ ആഗ്രഹമുണ്ട്. കമന്റും വായിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങായിരുന്നു. നമുക്ക് യൂട്യൂബിനെ മാത്രം ഞാൻ ആശ്രയിച്ച ശരിയല്ല, എന്തെങ്കിലും വേറെ വേണം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആലോചിച്ച് തുടങ്ങും. അപ്പം ഇത് തുടങ്ങുമ്പോൾ ചേട്ടൻ പരമാവധി നിരുത്സാഹപ്പെടുത്താണ്. ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ചേട്ടൻ ഫുൾ സപ്പോർട്ട് ഉണ്ട് ഒപ്പം, അല്ലേ? ഒറ്റയ്ക്കൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. ധന്യം കൂടി ഉണ്ടെന്ന് കേട്ടപ്പോ ചേട്ടനാ, എന്നാ പിന്നെ നീ ചെയ്തോന്ന് പറഞ്ഞു. അല്ല, നമ്മളെ ഉറച്ച പിന്തുണയുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അതേ കട. പിന്നെ പിന്നിലാണ് കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. നല്ല ശാന്തമായ അന്തരീക്ഷം. അതെ, പറമ്പ് ദേ ഇങ്ങനെ അമ്പലപ്പറമ്പ് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കിനി അവിടെ പാർക്കിങ് കഴിഞ്ഞിട്ടും വണ്ടികൾ അത്ര അധികം ആണെങ്കിൽ അങ്ങനെ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ തിരിച്ചു പോണ വഴിയാണ്. ഇതിലെ നമുക്ക് ഇതിലെ പോവല്ലേ നല്ലത്? ഇതിലെ പോവും. ഹൈവേ കണ്ട. അപ്പം എല്ലാം കൊണ്ടും വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ആളുകൾക്ക് വന്ന് അമ്പലത്തിൽ തൊഴുത് അങ്ങനെ തന്നെ ഒരു ഷോപ്പിംഗ് ചെയ്ത് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഹൈലൈറ്റ് മാളിൽ കയറി കണ്ട് ഒരു ദിവസം മൊത്തത്തിൽ ചെലവഴിച്ച് പോവാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയാണ്, ഞങ്ങളുടെ ഈ പുതിയ സംരംഭം എല്ലാവരും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ കൂടെ വേണം. അങ്ങനെ ഞങ്ങളൊരു പുതിയ കാൽവെപ്പ്, എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാൽവെപ്പാണ്. ഇവള് പിന്നെ നല്ലൊരു എന്റർപ്രന്യൂർ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. 11 വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അതിന്റെ നല്ല ധൈര്യം ഉണ്ട്. അത് കാരണം അതാണ് ടെന്റിൻ ധൈര്യം. അപ്പൊ ഇനി ഞങ്ങൾ പോവാണ്.